നമസ്കാരം. ഞാൻ അജീവൻ കോസാണ്. മൊബൈൽ പാർക്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനും അവിടുത്തെ ചീഫ് ടെക്നീഷ്യനുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാലാ നഗരസഭയിൽ ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ട് ഒരു നിരാഹാര സത്യാഗ്രഹം നടത്തിയുണ്ടായി. അത് വൻ വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളെ ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാ വലിയ പാലത്തിന് താഴെ വശം PWD പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി ബിജി തോമസ് സ്ക്വയർ ഫീറ്റ് അടുത്ത് ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുകയുണ്ടായി. അവിടുത്തെ ഒരു പ്രധാന ജനസഞ്ചാര പാത, അതായത് ഏറ്റുമാനൂർ പൂഞ്ഞാർ സ്റ്റേറ്റ് ഹൈവേയും പാലാ റിവർവേ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ജനസഞ്ചാര പാത കയ്യേറിയാണ് ആ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബ്രാൻഡ് നെയിം ഈ മൊബൈൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേറ്റന്റ് എടുത്തിട്ടുള്ള എൻ്റെ ബ്രാൻഡ് നെയിമിൽ അങ്ങനെ ഒരു കട വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ആ പേര് നീക്കം ചെയ്യണം. അതിന് ഇങ്ങനെയുള്ള നമുക്ക് ഒത്തിരി സ്ഥലത്ത് ബ്രാഞ്ച് ഉള്ള ഒരു വ്യക്തിയാണ്, ഒത്തിരി സ്ഥലത്ത് ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം, ആ ഒരു തർക്കമാണ് ഈ കേസിന് വഴിയാധാരം. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ വിവരാവകാശം വെച്ചു. ആ വിവരാവകാശം കിട്ടിയ മറുപടിയിൽ ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നും ഇത് രാഷ്ട്രീയ നഗരസഭ ഉദ്യോഗസ്ഥരുടെ കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ കോടതിയുടെ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ സെക്രട്ടറി അതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അതിൻ്റെ ഒരു തുടരന്വേഷണം ഇല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസുകളൊക്കെ കൊടുത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം നിർമ്മിച്ച ബിജി തോമസ് ഓമ്പള്ളി എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ രാത്രിയിൽ ഇരുട്ടിന്റെ മറവില് അതിപ്പോ പൊളിച്ചു നീക്കുന്ന ഒരിതാണ് കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ പകല് ഇവർക്ക് ചെയ്യാൻ ഭയമായിരിക്കും, ഇല്ലെങ്കിൽ ജനങ്ങളെ ഫേസ് ചെയ്യാനായിട്ട്. ഇതാണ്ടോ, ഇതിപ്പോ നമ്മൾ ആ ഇരുട്ടിന്റെ മറവില് രാത്രിയില് ഇരുട്ടിന്റെ മറവില് ആ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ കാണുന്നത്. ആ നീല ഷർട്ടിട്ട് ഒരു വെള്ള മുണ്ടും നീല ഷർട്ടും ഇട്ടിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ഭൂമി കയ്യേറിയിരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാലാ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്. എന്നിട്ട് അതിപ്പോ ഇരുട്ടിന്റെ മറവില് ആ ബിൽഡിംഗ് പൊളിച്ചു അവിടുത്തെ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൃശ്യമാണ് ഇത്. അപ്പൊ ഇപ്പൊ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡ്, നമ്മുടെ ഈ മൊബൈൽ പാർക്ക് എന്നുള്ള ബോർഡൊക്കെ അവര് എടുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ തീർന്നെന്നൊക്കെയാണ്. പക്ഷെ ഈ വിഷയങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. ആ ബിൽഡിംഗ് തന്നെ അവിടുത്തെ സ്ട്രക്ചർ പൊളിച്ചു നീക്കി അവിടുത്തെ ജനസഞ്ചാര യോഗ്യമാക്കണം. അതുപോലെ തന്നെ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഈ നഗരസഭ ഉദ്യോഗസ്ഥര് കൂട്ടുകെട്ടില് ബിൽഡിങ്, അതായത് ബങ്കിന്റെ മറവില് ലക്ഷങ്ങൾ കോഴ വാങ്ങിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഉദ്യോഗസ്ഥരെ കൈപ്പറ്റിക്കൊണ്ട് ബിൽഡിംഗ് ആയിട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അന്വേഷിക്കണമെന്ന് നഗരസഭയോട് പറഞ്ഞിട്ടുണ്ട്. അത് അവരതിനകത്ത് വലിയ താല്പര്യം കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ എന്താണോ ഈ നഗരസഭയിൽ നടക്കുന്നത്? അപ്പോൾ ഈ ബിൽഡിംഗ് ഏകദേശം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് പൊളിച്ച് അവിടെ നിന്ന് നീക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പൊളിച്ച് നീക്കി അവിടെ ജനസഞ്ചാര പാത യോഗ്യമാക്കുന്നത് വരെ നമ്മൾ ഈ സമരം പിന്തുടരും. അതിൽ യാതൊരു കൂട്ടുകെട്ടുമില്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ ഈ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ ഈ പോരാട്ടം മൊത്തം നടത്തിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും അനധികൃത കെട്ടിടം നടന്നിട്ടുണ്ടെന്നെല്ലാം നമ്മൾ ഈ ചാനലിലെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മള് മീഡിയ അക്കാഡമിക്ക്, അതുപോലെ തന്നെ ഈ ലൈസൻസ് റദ്ദ് ചെയ്ത് ഇത് പൊളിച്ചു നീക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിയ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കും ഞാൻ
വിനീതമായി ഹൃദയത്തിൻ്റെ നല്ല ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അനധികൃത കയ്യേറ്റങ്ങളെല്ലാം, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇത് പ്രതികരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൊതുജനങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തുള്ളൂ. ഇപ്പം നിങ്ങൾ സംരക്ഷണം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കയ്യേറ്റം ഇവിടെ നടന്നതായിട്ടും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നതായിട്ടും പൊതുജനങ്ങൾ അറിഞ്ഞത്. എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇതെല്ലാം അറിയാനായിട്ട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആരും ഇതിന് മുന്നോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഇവിടുത്തെ യുവാക്കള്, ഈ നാട്ടിലെ യുവാക്കളൊക്കെ ഇതിന് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള നമ്മുടെ ഈ നാട് നന്നാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നല്ല ചെകുത്താന്റെ നാടായി പോകും. ഓക്കെ.